Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ചെയ്യുന്ന റെസിപ്പി ആണെങ്കിലും നമ്മൾ എപ്പോഴും എന്നാ പറയുന്നത് ഒരു ക്രിസ്മസ് ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു ന്യൂ ഇയർ ആണെങ്കിലോ ഒക്കെ ആണെന്നും പ്രത്യേകിച്ച് നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. ഈ പറഞ്ഞ കൂട്ട് എന്നാ നമുക്കൊരു സ്പെഷ്യൽ ഒക്കേഷൻ വരുമ്പോൾ ജസ്റ്റ് ടു ഇംപ്രസ് എല്ലാവരെയും ഒന്ന് നല്ലതായിട്ട് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇങ്ങനത്തെ ഡിഷ് ചെയ്താലും തരക്കേടൊന്നുമില്ല. അതിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യണ്ട, ഇന്ന സമയത്ത് മാത്രമേ എടുക്കാനൊക്കത്തുള്ളൂ എന്നൊന്നും പറഞ്ഞേച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്നാന്ന് വെച്ചാൽ സ്റ്റഫ്ഡ് ചിക്കൻ റോസ്റ്റ്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇച്ചിരി പണിയുള്ള ഏർപ്പാടാണ്. അതെന്നാന്ന് വെച്ചാൽ സത്യം പറഞ്ഞത് ഒരു മുഴുവൻ കോഴിയെ വെച്ചിട്ടുള്ള യുദ്ധം മൊത്തമാണ്. ആ കോഴിയാന്നേൽ മാക്സിമം അത് ഞാനിന്ന് അതിനെ ദ്രോഹിക്കാനാണ് പോകുന്നത്. അതിനെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി സാധനം, അതായത് കുറച്ച് ഫോറിൻ ഉണ്ടെന്ന് പറഞ്ഞ കൂട്ട് അതിനകത്ത് ഒരു സാധനമേ ഞാൻ ആ ഒരു ഫോറിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർക്കത്തുള്ളേ. അത് മസ്റ്റാണോ എന്ന് ചോദിച്ചാൽ അത് ഒരു ഫോറിൻ ടേസ്റ്റൊക്കെ വരണം എന്നുണ്ടെങ്കിൽ അത് ചേർക്കണം. മസ്റ്റാണെന്ന് ചോദിച്ചാൽ മസ്റ്റാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം അതാ ഞാൻ പറഞ്ഞ കുറച്ച് ഫോറിൻ ടച്ചും ഉണ്ട്, കുറച്ച് ഇന്ത്യൻ ടച്ചും ഉണ്ട്. എന്നായാലും നമുക്ക് ആ ചേരുവ എന്നാന്ന് നോക്കാവേ. ഫസ്റ്റ് നമുക്ക് വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളിയുടെ പൗഡറാണ്. ഇത് വെളുത്തുള്ളിയുടെ പൗഡർ തന്നെ വേണമെന്നില്ല, നമുക്ക് വെളുത്തുള്ളി ആയാലും മതി. അത് പക്ഷെ നല്ല പേസ്റ്റ് ആക്കി എടുക്കണമേ. പിന്നെ വേണ്ടിയത് ഇച്ചിരി തൈമ. ഇതാ ഞാൻ പറഞ്ഞ ഫോറിൻ ഒരു ചേരുവ എന്ന് പറയുന്നത്. ഇതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. ഇതിനോട് താരതമ്യപ്പെടുത്താനായിട്ട് എൻ്റെ കയ്യിലൊന്നും ഇല്ല, അത് പറയാനും എനിക്കറിയാൻ മേല, പക്ഷെ കിട്ടിയാൽ നല്ലത്. പിന്നെ വേണ്ടിയത് കുറച്ച് ഗരം മസാല. പിന്നെ ഇതാന്നേലോ കുറച്ച് എരിവുള്ള കുരുമുളക് പൊടിയാന്നേ. പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടി. അത് കാശ്മീരി മുളക് പൊടി തന്നെ വേണം, അല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ കോഴിക്ക് ഒരു നിറം കിട്ടുകയില്ല. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഉപ്പ്. ഇത് നമ്പർ 1 എന്ന് പറഞ്ഞേച്ച് എഴുതിയിടുക, അന്നേരം ഉണ്ടല്ലോ നമുക്കൊരു കൺഫ്യൂഷൻ വരുകയില്ല. ഇനി നെക്സ്റ്റ് വേണ്ടിയത് നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് വേണ്ടിയത് ഇച്ചിരി ജീരകം വേണം. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി വെളുത്തുള്ളി, ഇത് തല്ലി ചതച്ചേക്കുവാന്നേ. പിന്നെ സെക്കൻഡ് വേണ്ടിയത് എന്താന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ഇഞ്ചി, അതും കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക, ചതച്ചതാന്നേലും കുഴപ്പമില്ല. പിന്നെ വേണ്ടിയത് കുറച്ച് സവാള ഏറ്റവും കുഞ്ഞായിട്ട് അരിയുന്ന എത്രയാന്ന് വെച്ചാൽ അത്രയും. അത് അളവ് എന്നാന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന അരിയുണ്ട്, ചോറുണ്ട്, അതിൻ്റെ അതിനോട് ചേരുന്ന എത്രയാന്ന് വെച്ചാൽ അതാന്നു ഈ അളവ്. നമ്പർ 2 നമ്മൾ എഴുതിയേക്കുന്ന ആ ലിസ്റ്റിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ എത്ര ബൗൾ ചോറാണ് എടുക്കുന്നത്, അതായത് നമ്മുടെ ഒരു കോഴിയുടെ അകത്ത് നമ്മൾ ഫില്ല് ചെയ്യുക. അന്നേരം ആ കോഴിക്കകത്ത് ഫില്ല് ചെയ്യാനുള്ളതിന് മാത്രമുള്ള ചോറ് എടുക്കാവുള്ളൂ. പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ ആന്നേൽ ഇതെന്നാന്നോ കുറച്ച് ചിക്കൻ്റെ കുഞ്ഞു കുഞ്ഞു പീസസാ. ഇതല്ലാന്നുണ്ടെങ്കിൽ കീമ ആവാം. ഇതൊന്നും അല്ലേൽ എന്നാ ചെയ്യണമെന്നറിയോ, നമ്മുടെ ചിക്കൻ്റെ കരളില്ലേ, കരൾ അങ്ങോട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേച്ചാൽ അതായാലും മതി. പിന്നെ വേണ്ടിയത് കുറച്ച് അരി, ചോറ്. അത് ചോറ് ഉപ്പിട്ട് വേവിച്ച് വെച്ചേക്കുക. ഇത് എന്നാന്ന് വെച്ചാൽ ബാസ്മതി റൈസാണ് വെച്ചേക്കുന്നത്. പൊന്നിയരി ആണെന്ന് ഇഷ്ടമെങ്കിൽ അത് വെച്ചാലും മതി, നോ പ്രോബ്ലം. ഇത് നമ്പർ 2. ഇനി നമ്പർ 3 ഐറ്റം എന്നാന്ന് വെച്ചാൽ ഇച്ചിരി മല്ലിയില എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് എത്ര ഇടാന്നോ അത്ര ഇട്ടോ. ഇത് കുറച്ച് പാസ്ലേ ലീവ്സായി. ഇതിപ്പം നമുക്ക് ഇന്ന് കിട്ടുകയില്ല എന്നൊന്നും പറയാൻ നോക്കിയല്ല കേട്ടോ, അത് ഇപ്പം മിക്കടത്തും കിട്ടും. പിന്നെ വേണ്ടിയ കുറച്ച് നാരങ്ങാ നീരാന്നേ. പിന്നെ വേണ്ടിയത് ഒരു കുറച്ച് ജീരകപ്പൊടി. പിന്നെ ഇത് എന്നാത്തിനാന്നറിയോ, ഞാൻ 2 മുട്ട പുഴുങ്ങി വെച്ചേക്കുവാന്നേ. ഇത് എന്നാത്തിനാന്ന് വെച്ചാൽ നമ്മൾ കോഴിയുടെ അകത്ത് സ്റ്റഫ് ചെയ്യുമ്പോഴത്തേക്ക് വെക്കാനുള്ളതാ. അതുകൊണ്ട് മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ ഓക്കെ, ഇറ്റ്സ് അപ് ടു യു. എന്നതാണെന്നതിലും നമ്മുടെ ഇഷ്ടമാണ് അതിനകത്ത് എന്നാക്കിയാ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ നമ്മുടെ കോഴി നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നമ്മൾ ഈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം തേച്ചേച്ച് ഒലീവ് ഓയിൽ ഒഴിച്ച് ഓവനകത്ത് വെക്കുക, അല്ല സ്റ്റഫിങ് എല്ലാം ചെയ്തേച്ച് വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി ബട്ടർ തൂത്തേച്ച് വെച്ചാലും മതി. ഇതൊന്നുമില്ല, സപ്പോസ് നമ്മുടെ ഓവൻ ഒന്ന് പെട്ടെന്ന് ചീത്തയായേ എന്നാ എടുക്കും, അന്നേരം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കോഴി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ ബേസിക്കലി ചിക്കൻ റോസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേന് നമ്മളെല്ലാവരും വിചാരിക്കും ഇച്ചിരി സ്പൈസി ആണെന്ന്. ഇതിനകത്ത് ഞാൻ ഇച്ചിരി സ്പൈസി ചേർക്കുന്നുണ്ട്, കുരുമുളകിൻ്റെ അളവ് ഇച്ചിരി കൂട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ സാധാഗതിയിലൊക്കെ വീട്ടിലൊക്കെ കഴിക്കത്തില്ലേ ചിക്കൻ റോസ്റ്റ്,
അതേ അല്ല, ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇനി ഇത് ഉണ്ടാക്കേണ്ട എങ്ങനെയാന്നുള്ളതാ ഞാൻ പറഞ്ഞു തരണ്ടേ അല്ലേ? അന്നേരം എഴുതിക്കോ. ഫസ്റ്റ് ഐറ്റം നമ്പർ 1 ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നേ. ഞാൻ എടുത്തേക്കുന്ന കോഴിയുടെ വലിപ്പം ഒരു ഇച്ചിരി മുഴുത്തതാന്നേ, ഇച്ചിരി മുഴുത്ത കോഴിയാന്നേ, കണ്ടോ, ഒരു ഫുൾ പീസസ് ആയിട്ട്. ഇതിനെ ആദ്യം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് വേണ്ടിയത് ഒന്നെങ്കിൽ വെളുത്തുള്ളി പേസ്റ്റ്, അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊടി. പിന്നെ ആന്നേൽ ഒരു ഇച്ചിരി തൈമ, ആദ്യം ഇച്ചിരി ചേർക്കുക. എന്നേച്ച് പോരെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യവും കൂടെ നമ്മൾ അങ്ങ് ചേർത്തേച്ചാ പോരെ. പിന്നെ ഇച്ചിരി ഗരം മസാല, പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയാന്നേ. ഇത് ഇച്ചിരി എരിവാന്നേ. പിന്നെ വേണ്ടിയതെന്നാ നമ്മുടെ മുളക് പൊടിയാ. അത് ഈ കോഴിയിൽ പെരളാനുള്ളത് മതിയേ, അത് 2 ടീസ്പൂൺ ഇട്ടേച്ചാൽ മതി തൽക്കാലം. അന്നേച്ച് ഈ കോഴിയിൽ വരാനുള്ള മാത്രം ഉപ്പ്. ഇതിനെ ആദ്യം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്ത് ചെന എടുക്കണമെന്ന് അറിയാവോ? ഒരു ഇച്ചിരി എന്നാ പറയുന്നത്, ഒരു 2 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്തു. നമ്മൾ സാധാരണ ചിക്കൻ വെക്കുമ്പോഴത്തേനെ വിനാഗിരി ചേർക്കുവല്ലേ, അതുകൊണ്ടാണ് ഇത് ഇച്ചിരി ചേർക്കുന്നേ. വിനാഗിരി വേണ്ടിയെന്ന് വെച്ചാൽ അത് ചേർത്താലും തരക്കേടൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നും വരികയില്ല. അന്നേച്ച് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് പേസ്റ്റ് പരുവാക്കണം. ഇതിന്റെ നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്ന ഹോളിന്റെ ആ അകത്തോട്ട് അരപ്പ് തേക്കരുത്. കാര്യം എന്നാന്നോ, നമുക്കിനി തേക്കാനുള്ള, അതായത് നമ്മളിനി ഇതിനകത്ത് ഫില്ല് ചെയ്യാനുള്ള പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. ഈ ചേർക്കുന്ന അല്ല നമ്മൾ അകത്ത് ഫില്ല് ചെയ്യുന്നത്. അതുകൊണ്ട് അകത്തൊന്നും നമ്മുടെ ഈ അരപ്പ് ചേർത്തേക്കല്ലേ, പുറത്ത് മാത്രം ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു കിട്ടാനായിട്ട്. ഈ ചിക്കനെ ഇനി നമുക്ക് ഉപദ്രവിക്കേണ്ട, ഇതവിടെ ഇരിക്കട്ടെ. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ, ആ ചിക്കനകത്ത് വെക്കാനുള്ള ഫില്ലിങ്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനെന്നാ ചെയ്യണം, ഒലീവ് ഓയിൽ ആന്നേൽ അതെടുക്കുക. ഒരു കുറച്ച് ഫോറിൻ ടച്ച് ആയതുകൊണ്ടാണ് ഒലീവ് ഓയിലും കൂടെ ഞാൻ ചോദിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ പ്രയാസപ്പെടേണ്ട, നമുക്ക് വെജിറ്റബിൾ ഓയിൽ ആന്നേലും കുഴപ്പമില്ല, അതെടുത്താലും മതി. ഇനിയിപ്പോൾ നമ്മൾ അടുപ്പയിൽ നമ്മുടെ പാൻ വെച്ചേച്ചാൽ, അതായത് നമ്മുടെ ഈ പാൻ വെക്കുമ്പോഴത്തേന് ഇപ്രാവശ്യം ഞാൻ പറയുന്നത് എന്നാന്നോ, ശരിക്കും നമ്മളൊരു നോൺ സ്റ്റിക്ക് പാൻ തന്നെ ഉപയോഗിക്കുന്നത് നല്ലത്. എല്ലാം ഉണ്ടല്ലോ, കൈവാക്കൊണ്ടേൽ ചീനിച്ചട്ടി വെച്ചോ കുഴപ്പമില്ല. പക്ഷെ എന്നാലും പാൻ വെക്കുന്നതിനോടാണ് എനിക്ക് താല്പര്യം. കാര്യം എന്നാന്ന് വെച്ചാൽ അത് അടി പിടിക്കുവല്ലേ, നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്ത് മറിച്ച് ഇട്ട് ഓരോ ഭാഗവും നമുക്ക് മുരിച്ചെടുക്കണ്ടേ. അന്നേരം കൈവാക്കുള്ളത് എനിക്ക് പാനാന്നു. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ നമ്മുടെ കോഴി കൊള്ളുന്ന ഒരു പാത്രം തന്നെ വെക്കണം, അല്ലെങ്കിൽ ഒക്കത്തില്ല. മറ്റേ ഓവൻ ആന്നേൽ ഇതൊന്നും പ്രശ്നമില്ല. ഓവൻ്റെ ട്രേക്കകത്തോട്ട് കോഴി അങ്ങോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞു കിട്ടും. പക്ഷെ അതില്ല ചെയ്യാനൊക്കാത്തവർക്കും കൈവാക്കില്ലാത്തവർക്കും ഒക്കെ ആന്നേൽ ഞാൻ പറയുക, ഇതേപോലത്തെ നമ്മുടെ കോഴി കൊള്ളുന്ന ഏത് പാത്രമാണെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുത്തോണം. അതിനും അടപ്പ് വേണം, അടച്ചു വെച്ച് കോഴിയെ വേവിക്കാനുള്ളതാ. അന്നേരം ഇപ്പം ഞാൻ നമ്മുടെ പാനയിൽ ഒരു ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. ഒരു ഇച്ചിരി വെളിച്ചെണ്ണ അല്ല വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചേച്ച് അതിനകത്തോട്ട് ഇച്ചിരി ജീരകം, ഒത്തിരി വേണ്ട, നമ്മുടെ റൈസിന് ഒരു ഫ്ലേവർ മാത്രമേ ഉള്ളൂ.
അതുകൊണ്ട് ഒരു ഇച്ചിരി ജീരകവും ഒരു ഇച്ചിരി വെളുത്തുള്ളി, ഒത്തിരി ഒന്നും വേണ്ട, ഒരു ഇച്ചിരി. നമ്മൾ എത്രയാ ചോറ് എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ആ കൂട്ടെടുത്തേച്ചാൽ മതി. പിന്നെ ഇതേപോലെ തന്നെ പ്രിപ്പയർ ചെയ്യാനൊക്കെ പ്രയാസമാകുന്നതിൽ ഞാൻ നല്ലൊരു ഗാർലിക് റൈസ് പറഞ്ഞു തന്നിട്ടുണ്ട്, അതായാലും മതി. പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചിയും കൂടി ഇട്ടേച്ച് ആദ്യം നമുക്ക് ആ വെളുത്തുള്ളിയുടെ ഒരു എന്നാ പറയുന്നത് ആ ഒരു റോ ടേസ്റ്റ് ഇല്ലേ, അതങ്ങ് മാറ്റണം. പിന്നെ വെളുത്തുള്ളിയുടെ ചുവ വരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന കൂട്ടത്തിൽ ആ വെളുത്തുള്ളി ഇച്ചിരി ഒന്ന് മൊരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്ലേവർ വരുവേല. വെളുത്തുള്ളി ഒരു ഇച്ചിരി, അത് ഒത്തിരി ഒന്നും അല്ല, ഒരു ബ്രൗൺ ആയിക്കോട്ടെ, ആ ഒരു പരുവത്തിന് വിട്ടു. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി, അതായത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയുടെ ഒരു 3/4 ഇടോളം ഇട്ടു. നമ്മുടെ ഉള്ളി ഏകദേശം അല്ല, നമ്മളെ കട്ട്ലേറ്റിന്റെ പരുവത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ബോൺലെസ് ചിക്കൻ, കീമ, അല്ലെന്നുണ്ടെങ്കിൽ എല്ലുള്ളതാന്നേലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ എല്ലുള്ളതാകുമ്പോൾ പിന്നെ കോഴി മുറിച്ചൊക്കെ കഴിക്കുമ്പോഴത്തേന് പ്രയാസമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നെങ്കിൽ കീമ അല്ലെന്നുണ്ടെങ്കിൽ എല്ലില്ലാത്ത കഷ്ണം നോക്കി ഇതിനകത്തോട്ട് ഇടുക. ഏറ്റവും കുഞ്ഞായിട്ട് അരിയാവോ അത്രയും കുഞ്ഞായിട്ട് അരിയുക. അന്നേച്ച് ഇതിനകത്ത് ഒരു ഹാൻഡ്ഫുൾ അല്ലെങ്കിലും ഒരു ഹാഫ് അല്ലെങ്കിലും ഇച്ചിരി മല്ലിയില ഇടുക. അന്നേച്ച് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, ഒത്തിരി വേണ്ട, ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടേച്ചാൽ മതി. ആ ഇട്ട ചിക്കനേലൊന്നും പെരളാൻ മാത്രമേ ഉള്ളേ. പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടി, അത് നമ്മുടെ ഇഷ്ടത്തിനാന്നു. പിന്നെ ചിക്കനേൽ വേണ്ടിയിട്ടുള്ള ഉപ്പ്. ഞാനെല്ലാം എപ്പോഴും ഇച്ചിരി ഇടത്തുള്ളൂ. കാര്യം എന്നാന്നോ, ഒത്തിരി ഇടുവാൻ എനിക്കങ്ങ് ഭയങ്കര പേടിയാ. പിന്നെ ചിക്കൻ വെന്തേച്ചാന്നേലും ചേർക്കുവാന്നേലും കുഴപ്പമില്ല. പിന്നെ അങ്ങ് കൂടി കഴിഞ്ഞാലില്ലേ എനിക്ക് എന്നാ ചെയ്യണമെന്ന് വലിയ കൺഫ്യൂഷനാണ്. നമ്മൾ ആ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നതിൻ്റെ ആ സ്പിരിറ്റ് പോലും പോവും. നമ്മുടെ ചിക്കൻ നല്ലതായിട്ട് വേവിച്ചിട്ടുണ്ട്. ഞാൻ എന്നാ ചെയ്തെന്നറിയാവോ, ഈ നമ്മുടെ ചിക്കൻ ഇച്ചിരി എല്ലോട് കൂടിയല്ലേ ഇട്ടേക്കുന്നത്. അന്നേരം വെന്ത് വന്നപ്പോഴത്തേന് ഞാൻ ഈ തവി കൊണ്ട് എന്നാ ചെയ്തെന്നറിയോ, ഇങ്ങനെ കുത്തി എടുത്തേച്ച് ആ ചിക്കനെ മാത്രമാക്കി ആ എല്ല് ഒരു 3-4 എണ്ണ ഉണ്ടായിരുന്നുള്ളൂ, അതങ്ങ് മാറ്റിയിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്നറിയാവോ, തീ അങ്ങോട്ട് കത്തിച്ച് വെച്ചും നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചോറില്ലേ അതിനകത്തോട്ട് ഇടണം. അന്നേച്ചും നല്ലതായിട്ട് ഒന്ന് ഇളക്കുക. അതായത് ആ ചിക്കൻ്റെ ആ മണവും ഗുണവും എല്ലാം നമ്മുടെ ചോറെ പിടിക്കണം. ചോറ് ഉപ്പിട്ടാ വേവിച്ചേക്കുന്നത്. പിന്നെ രണ്ടാമതിനകത്തോട്ട് ചോറിനകത്തോട്ട് ഉപ്പ്, ഇനി ഈ എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഉപ്പൊന്നും ചേർത്തേക്കരുത്. കാര്യം നമ്മൾ ഇറച്ചിയിലും ഉപ്പിട്ടിട്ടുണ്ട്. ഇച്ചിരി മല്ലിയിലയും ഒരു ഇച്ചിരി പാസ്ലേ ലീവ്സ് ഇട്ടെന്ന് പറഞ്ഞ് ഒരു തരക്കേടുമില്ല. ഇനി ഇതിനകത്ത് നല്ല ചൂടാവട്ടെ. ഇനി എനിക്ക് ഈ സെയിം പാൻ തന്നെയാണ് വേണ്ടിയത്. അന്നേരം ഞാൻ ഈ ചോറ് ഒരു പാത്രത്തിലോട്ട് മാറ്റട്ടെ. ചോറും ഇറച്ചിയും കൂടെ നല്ല ചൂടായതിനു ശേഷം മാറ്റാവുള്ളൂ. അപ്പം അതവിടെ ഇരിക്കട്ടെ, ഞാൻ ഒരു പാത്രം എടുക്കാം. ഈ തീ അങ്ങോട്ട് ഓഫ് ചെയ്തേച്ചും നമുക്ക് ഈ ചോറ്
പാത്രത്തിലോട്ട് മാറ്റാം. ഈ ചോറ് തന്നെ തിന്നാനാന്നേലും ഭയങ്കര ടേസ്റ്റാട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇച്ചിരി രുചി വരുന്നില്ലേ, നല്ല ടേസ്റ്റായത്. ഇത് കണ്ടപ്പോൾ ഞാൻ ആലോചിയത് ഇറച്ചിച്ചോറെന്നും പറഞ്ഞൊരു സാധനമുണ്ട്, അത് നമുക്ക് വേറൊരു എപ്പിസോഡിൽ ചെയ്യണം. അതും നല്ല ടേസ്റ്റുള്ള സാധനം. ഇപ്പം നമുക്കിത് തീർക്കാം. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി, അതായത് ഒരു 2 ക്യൂബ്സ്, ഇത്രയും സവാള അല്ലേ ഉള്ളൂ, അന്നേരം ഒരു 2 ക്യൂബ് ബട്ടർ ഇട്ടേച്ചും ബാക്കി നമ്മൾ മുക്കാലോളം ഇട്ടേക്കുക. ഇനി ബാക്കി വന്ന സവാള ഇതിനകത്തോട്ട് ഇടണം. ഇനി ഇതിനകത്തോട്ട് തീ അങ്ങോട്ട് നല്ലതായിട്ട് കുറച്ചേച്ചേ ഇച്ചിരി മല്ലിയിലയും കുറച്ച് പാസ്ലേ ലീവ്സും ഒരിച്ചിരി നാരങ്ങാനീര് വേണ്ടിയത് ഒഴിച്ചൊഴിച്ച് കൊടുത്തേച്ച് നമുക്ക് ഇറച്ചിയിൽ ഒഴിച്ചേച്ചാൽ മതി. എന്നാന്നറിയോ, ഇച്ചിരി പുളി കൂടി പോയാൽ ഒക്കിയല്ല. പിന്നെ അന്നേരം ഒരു ഇച്ചിരി ജീരകപ്പൊടിയുടെ ഇഷ്ടമാന്നേൽ കുറച്ച് കൂടുതൽ ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചേർത്തേച്ചും ബാക്കി കുരുമുളക് കൂടി ചേർത്താൽ മതി. പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ഇതിനകത്തോട്ട് ചേർക്കുക. ഇതിനകത്തോട്ട് അധികം ഉപ്പിടണ്ട. കാര്യം എന്നാണെന്നറിയാവോ, നമ്മൾ ബട്ടറയിലായത് ഉണ്ടാക്കുന്നത്. അന്നേരം പിന്നെ ബട്ടർ ഇച്ചിരി അൺസോൾട്ടഡ് അല്ല, സോൾട്ടഡാ. അതുകൊണ്ട് പിന്നെ അതിനും ഇച്ചിരി ഉപ്പുണ്ട്. ഇനി ഇതിവിടെ ഇച്ചിരി ഒന്ന് ഞാൻ ഓഫ് ചെയ്യാൻ പോവാ. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ച ചോറില്ലയോ, അത് നമ്മുടെ ചിക്കനകത്തോട്ട് ഫില്ല് ചെയ്യാൻ പോവാം. അപ്പം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് മുട്ട വെക്കാൻ പോവാന്നേ. ഇത് വേണ്ട, ഞാൻ കോഴിക്ക് ബാക്കിൽ ലാസ്റ്റ് കെട്ടുന്നതിന് മുന്നേ ഇതിനകത്ത് ഒത്തിരി ഒന്നും നമുക്ക് ചോറ് കൊള്ളുവേല, ഒരു ഇച്ചിരിയെ കൊള്ളത്തുള്ളൂ. പക്ഷെ എന്നാലും ലാസ്റ്റ് ഒരു മുട്ടയും കൂടെ വെച്ചിട്ട് നമ്മൾ ഇതിനെ സാധാരണ ഗതിയിൽ ഈ പറഞ്ഞ എന്നാ പറയുക തയ്ക്കുക ചെയ്യുന്നത്. പക്ഷെ ഞാനിവിടെ അത് തയ്ക്കുവേല. അതിന് പകരം എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ, കോഴിയുടെ ഈ 2 കാലില്ലേ, ഈ 2 കാലും കൂടെ കൂട്ടിക്കെട്ടിയാൽ അതങ്ങ് ചുരുങ്ങുവേ. അന്നേരം അതിനൊന്നും ചെയ്യത്തില്ല, അത് പുറത്തോട്ട് വരത്തു പോലുമില്ല. ഇതിനെ 2നെയും കൂടെ നമ്മുടെ ഒരു ട്വൈൻ നൂല് വെച്ചിട്ട് നല്ലോണം കെട്ടുക. ഇനിയിപ്പം അഥവാ നമുക്ക് ആ 2 കാലും ഒന്ന് കൂട്ടി കെട്ടിയേച്ച് അത് ഫുൾ മൂടിയില്ല എന്നുണ്ടെങ്കിൽ ആ കാൽ അങ്ങനെ കെട്ടിക്കോ. എന്നാ ചെയ്യണമെന്ന് അറിയാവോ, ഓവനാന്നേൽ നമുക്ക് 100% ഗ്യാരണ്ടി ഒന്നും ചെയ്യുകയല്ല. ഇല്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ട്വൈനൂല് തന്നെ നമ്മുടെ ഈ തൈസിലെ ഈ ഒരു ഇടുപ്പിന്റെ ആ ഭാഗത്തൂടെ ഒന്ന് കെട്ടി കഴിഞ്ഞാൽ ആ ചോറ് അങ്ങനെ അകത്തിരുന്നോളും. ഗ്യാരണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ട്വൈനൂലല്ലെന്നുണ്ടെങ്കിൽ ഒരു വാഴനാരിട്ട് കെട്ടിയാലും മതി. ഇത് തന്നെ മസ്റ്റൊന്നുമല്ല. അന്നേച്ച് നമ്മൾ പ്രസന്റ് ചെയ്യാൻ നേരം ഈ നൂലോ വാഴനാരോ അങ്ങ് പൊട്ടിച്ച് കളഞ്ഞേച്ചാൽ മതി. ഞാൻ ഇനി ഇത് ഒന്ന് കെട്ടിയേച്ചും ബാക്കി എന്നാ ചെയ്യാൻ പോകുന്നറിയോ, ആ പാനിനകത്തോട്ട് വെക്കണം, വെച്ച് ടോസ്റ്റ് ചെയ്യണം. ആദ്യം ഇതൊന്ന് കെട്ടിക്കോട്ടെ. ഇനി എന്നാ ചെയ്യാൻ പോകുന്നറിയോ, നമ്മൾ അവിടെ ബട്ടർ വെച്ച് വയറ്റ് വെച്ചേക്കല്ലേ, ആ പാനിനകത്തോട്ട് ഈ കോഴി ഇടണം. കുഞ്ഞു പിള്ളേരെയൊക്കെ എടുക്കുന്ന കൂട്ടാണ് എടുക്കുന്നത്.
എൻ്റെ കൈ കഴുകട്ടെ. അന്നേച്ചും തീ അങ്ങ് കത്തിക്കുക. കത്തിച്ചേച്ച് ഞാൻ ഇതിനകത്ത് ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കുകയില്ല. കാര്യം എന്നാന്നോ, നമ്മുടെ ചോറിനകത്ത് ഇരിക്കുക. അന്നേരം ഒത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഏതേലും ഒരു ചെറിയൊരു ഭാഗം ഇച്ചിരി മാറിയിരിക്കുവാന്നേൽ അതുവഴി എല്ലാം ഈ ചോറ് പുറത്ത് വരുവേ. അന്നേരം അത് ചെയ്യരുത്. ബേസിക്കലി നമുക്കറിയാവേ, കോഴി ആന്നേൽ നമ്മൾ വേവിക്കാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ഇച്ചിരി വെള്ളം ഊറും. അന്നേച്ച് അതിൻ്റെ സ്റ്റോക്ക് വരും. ഇതെല്ലാം മതി ഈ കോഴി ഒന്ന് വെന്ത് കിട്ടാൻ. അന്നേച്ച് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ഒറ്റ കാര്യമുള്ളൂ, ഹൈ ഫ്ലെയിം വെക്കുക. നല്ലോണം ആവി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അടച്ചു വച്ചേച്ച് അത് ഇച്ചിരി ആയിട്ട് വെന്ത് ഉള്ള വെള്ളമെല്ലാം വറ്റിയേച്ച് ആവിയയിലിരുന്ന് നല്ലോണം വേവുക. ഇത് വെന്ത് ഫുൾ വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ക്യൂബ്സ്, അതായത് ഓരോ ക്യൂബ് ബട്ടർ ഇട്ടിട്ട് അതിനെ ഇങ്ങനെ 4 വശവും ചരിച്ചു കൊടുത്ത് മൊരിച്ചിങ്ങെടുക്കണം. മൊരിച്ചെടുക്കുന്ന പരുവ് ഏതാന്ന് വെച്ചാൽ നമ്മൾ ഈ പുറത്തൊക്കെ കഴിക്കുമ്പോൾ ഷവായി കഴിക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് അതിനെ എല്ലാ ഭാഗത്തും നമ്മുടെ ഈ എന്നാ പറയുന്ന അരപ്പൊന്നും പച്ച വരാതെ റോ വരാതെ എല്ലാ ഭാഗത്തും നല്ലതായിട്ടൊന്ന് മൊരിച്ചെടുക്കുക മാത്രമേ എൻ്റെ ജോലിയുള്ളൂ. അതിനായിട്ട് ഒഴിച്ചൊരു സമയം വേണേ. നമ്മുടെ കോഴി വേണ്ട, നമ്മൾ തുടങ്ങിയ കോഴിയല്ല ഇപ്പം നോക്കിക്കേ. അതിനെ ഞാൻ ആ പാനിനകത്ത് ഇട്ടേച്ച് ഇങ്ങനെ മൊരിച്ചെടുത്തേക്കുക. കുറച്ചുകൂടെ എളുപ്പം എന്ന് പറയുന്ന ഓവനാ. അന്നേരം ഓവനകത്തോട്ട് ഒരു 180 ഡിഗ്രിയിൽ ഒരു 20 മിനിറ്റ്സ് ഒക്കെ വെക്കുവാന്നേരം അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം വേവും. പിന്നെ ഓവനകത്ത് വെക്കുന്നതിന് മുന്നേ ഒന്ന് ഫോർക്ക് വെച്ച് എല്ലായിടും ഒന്ന് കുത്തിയാൽ മതി. അന്നേരം നമ്മുടെ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നില്ലേ, അതെല്ലാം ഈ കോഴിയെ പിടിക്കും. ഇത് തന്നെയേ ഉള്ളൂ. ഇതൊന്ന് കഴിച്ച് നോക്കിയാൽ മതിയാ. മണിക്കൂട്ടൻ വന്നല്ലോ, വാ. എനിക്ക് മണിക്കൂറിന് എന്നെ ഇഷ്ടമാണെന്നറിയോ. ശരിക്കും ഒരു ഭയങ്കര ഒരു അനിയനെ പോലെ ഒരു സ്നേഹമുണ്ട് കേട്ടോ. താങ്ക് യു ചേച്ചി. കാരണം ചേച്ചിയുടെ അമ്മയാണ് സത്യം സിനിമ കണ്ടിട്ടേ ചേച്ചിയുടെ ഒരു അനിയനായി ജനിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടുള്ള ആളാണ് ഞാൻ. സന്തോഷമുണ്ട് കേട്ടോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മള് മണിക്കൂട്ടിനെ ശരിക്കും കാണുന്ന കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞിട്ട് അത് ശരിക്കും പറഞ്ഞാൽ കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൂ ഈസ് ഈ എന്നുള്ളത്. പക്ഷെ മണിക്കൂട്ടനാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകരുടെ ഹൃദയം മുഴുവൻ ഓടിച്ചോണ്ട് പോയേക്കുക. നമ്മുടെ വീട്ടിലെ ഒരു കുഞ്ഞനിയനായിട്ട്, അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ഡോർ ബോയ് അല്ലെ എന്ന് പറയുന്ന കൂട്ടൊക്കെയാ മണിക്കൂട്ടിനെ ഞങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്നത്. ഇന്ന് ആനീസ് കിച്ചണിൽ വന്ന് മണിക്കൂട്ട അറിയിക്കും ഹൂ ഈസ് ഹി എന്നുള്ളത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ ഇതുവരെ നമ്മൾ ആരും ചർച്ച ചെയ്യാത്ത ഒരു കാര്യമുണ്ട്. യു ആർ എ വെരി ഗുഡ് ക്രിക്കറ്റ് പ്ലെയർ അല്ലേ. എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്, പക്ഷെ ക്രിക്കറ്റിനോട് ഇത്ര ഇഷ്ടം തോന്നുന്ന കാര്യമാണ്. ക്രിക്കറ്റ് കുഞ്ഞുനാൾ മുതലേ കളിക്കും. എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരു ആവേശമാണല്ലോ ക്രിക്കറ്റ് ഒരു ഗെയിം അല്ല, നമ്മുടെ ഒരു ആവേശമാണ് ക്രിക്കറ്റ്. പിന്നെ ഈ പറയുന്ന പോലെ ഒരു ഭാഗ്യമല്ലേ ഇത്ര നേരം അന്താരാഷ്ട്ര ഗ്രൗണ്ടുകളിൽ കളിക്കാൻ സാധിക്കുക. പിന്നെ ഹിന്ദിയിലെ ഈ സൽമാൻ ഖാനൊക്കെ അല്ലാതെ പോയി നമുക്ക് കാണാൻ പറ്റത്തില്ല. മലയാളി നടൻ മണിക്കുട്ടൻ സീരിയലിൽ അഭിനയിച്ച ആളാണ്. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇപ്പൊ ആ ഹിന്ദി സ്റ്റാർസിനെ ഒക്കെ കണ്ടപ്പോ അല്ലേ ആദ്യമായിട്ടല്ലേ നമ്മൾ കാണുന്നേ. അന്നേരം ആ ഒരു മൂമെന്റ് ഒന്ന് പറഞ്ഞേ. ഇല്ല, ഇതിപ്പം സൽമാൻ സാറിനെ ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് കൊച്ചിയിലെ മാച്ച് നടക്കുമ്പോഴാണ് സാർ ആദ്യമായിട്ട് അവിടെ വരുന്നത്. അപ്പോൾ കൊച്ചിയിലെ ഞങ്ങളുടെ രണ്ടൊരു മാച്ച് അത്ര പിരിമുറുക്കത്തിലായി. കാരണം സുനിൽ ഷെട്ടിയെ കാണുമ്പോൾ അങ്ങനെയൊക്കെ വലിയ മസിലൊക്കെ ആയിട്ട് സുനിൽ ഷെട്ടിയൊക്കെ നിൽക്കുകയാണ്. അതുവരെ സുനിൽ സാർ എന്നൊക്കെ വിളിച്ചിരുന്നാലും എന്താ ചെറിഞ്ഞത്. അപ്പോഴാണ് സൽമാൻ ഖാന്റെ എൻട്രി. പിന്നെ സൽമാൻ ഖാൻ നമ്മുടെ ഓപ്പോസിറ്റ് ടീമാണ്. അപ്പൊ ആ ഒരു ആരാധനയൊക്കെ പറഞ്ഞിട്ട് സൽമാൻ ഖാന്റെ ഇരുന്ന അടുത്താണ് ഞാൻ ഫീൽഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഒരു 4 ഒക്കെ തടഞ്ഞിട്ട് സൽമാൻ ഖാൻ ഇങ്ങനെയൊക്കെ നോക്കി ഇങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അന്ന് കൊച്ചിയിലൊരു ഒരു ക്യാച്ച് ഞാൻ എടുത്തു കൊച്ചിയിൽ. അതൊരു ഭയങ്കരമായിട്ടൊരു എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തൊരു ക്യാച്ചാണ്. ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ക്യാച്ചെന്ന് എല്ലാവരും പറഞ്ഞു. സന്തോഷമുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് ഇവരൊക്കെ നമ്മളെ വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തു. എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് സുനിൽ ഷെട്ടി സാറും സൽമാൻ ഖാൻ സാറും ഒക്കെ വിളിച്ച് ഞങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് അയ്യോ നമ്മളൊക്കെ കണ്ടു വളർന്ന കരൺ അർജുൻ സിനിമ, അങ്ങനെയുള്ള സിനിമകളെ കണ്ടു വളർന്നൊരു നടനാണല്ലോ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ CCL അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമും കൂടെയായിരുന്നു ഇവരെയൊക്കെ കാണാനും പരിചയപ്പെടാനും. തെലുങ്കിലെ സ്റ്റാറായ വെങ്കടേഷ് സാറ്, ഇപ്പോൾ കിച്ച കർണാടകയിലെ ക്യാപ്റ്റൻ അദ്ദേഹമാണ്. തമിഴിലോട്ട് വരുമ്പം ബാക്കിയുള്ള നമ്മുടെ ഏജിലുള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ ഇവരെയൊക്കെ കാണാനും സൂര്യ സാറിന് അദ്ദേഹത്തെ കാണാനായിട്ട് ഒരു അവസരം CCL ഒരുക്കി തന്നു. പിന്നെ ഒരു പ്ലസ് പോയിന്റ് എനിക്ക് മണിക്കൂറിനോട് പറയാനുള്ളത് തന്നെ അറിയാം, മണിക്കൂറിന്റെ ആക്ഷൻസ് അല്ലെ, ആക്ഷൻ ഹീറോ ആയിട്ടൊക്കെ. കാരണം ആക്ഷൻസ് ഒക്കെ ഫിലിമിൽ ചെയ്യുമ്പോഴത്തേന് ഭയങ്കര പെർഫെക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അസൽ ഡെഡിക്കേഷൻ ടുവേർഡ്സ് ദ വർക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ടാ ചെയ്തത്. ഒത്തിരി വില്ലന്മാരെ ഒക്കെ അടിച്ചിങ്ങനെ തറയിലോട്ടൊക്കെ ഇടുമ്പത്തേനെ ഞാൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുവേ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇന്ന് ഇവിടെ ആലോചിച്ചേ, ഞാൻ ഈ വരുന്ന മണിക്കൂട്ടർ ഞാൻ എന്നാ കൊടുക്കും, ഇത്രയും വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരാളല്ലേ. അന്നേരം ഞാൻ ആലോചിച്ചു
മണിക്കൂറിന് തരത്തിനൊത്ത ഒരു വിഭവം തന്നെ ആയിക്കോട്ടെ. കഴിക്കുക മാത്രമല്ല, ഇവിടെ നിന്ന് എടുത്താൽ ചുമന്ന് അവിടെ വെക്കാനായിട്ട് ആരോഗ്യമുള്ള ആൾ വേണം. അപ്പൊ അതിനെ കൂടെ ചേർത്തിട്ടായിരിക്കും എന്നെ വിളിച്ചത്, മനസ്സിലായി. അതല്ല, പക്ഷെ എന്നാലും ഉണ്ടല്ലോ മണിക്കൂറിന് ആ വർക്ക് ചെയ്യുന്നതിന്റെ ഒരു ഡെഡിക്കേഷൻ ടുവേർഡ്സ് എ വർക്ക്. ഓക്കെ, ഞാൻ എപ്പോഴും ഏട്ടനോട് പറയുന്ന ഒരു കാര്യമാണ്, നല്ലൊരു ആർട്ടിസ്റ്റാണ് ഞാൻ എപ്പോഴും പറയും. ഈച്ച് ആൻഡ് എവറിത്തിങ് എല്ലാം നല്ല ഡെഡിക്കേഷനോടുകൂടിയല്ലേ ചെയ്യുന്നേ. അല്ല, സിനിമ ഒരു ഭാഗ്യം തന്നെയല്ലേ ചേച്ചി. കാരണം സിനിമ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ CCLന്റെ കാര്യം പറഞ്ഞാലും, അല്ലെങ്കിൽ ഞാൻ ഈ ഇടയ്ക്ക് സച്ചിൻ ടെണ്ടുൽക്കർ സാറിനെ ഞാൻ കാണാനായിട്ടൊരു അവസരം എനിക്കുണ്ടായി. അത് ക്രിക്കറ്റിന്റെ ഭാഗം വേണ്ട, പക്ഷെ അത് സിനിമയാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ തരുന്നത്. അപ്പം സിനിമയിൽ എത്തിപ്പറ്റിയ ഒരു ഭാഗ്യം, സിനിമ ഒരുപാട് ഭാഗ്യങ്ങൾ നമുക്ക് നൽകും. പക്ഷെ മണിക്കൂറിനോട് വർത്താനം പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ കേൾക്കാനുണ്ട്. മാത്രമല്ല ഇടയിൽ ഞാൻ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഒരു വിശേഷം കൂടെ കേട്ടെ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. അപ്പൊ ഇത് ഞാൻ ഇല്ല ഇത് ഞാൻ തന്നെ എടുക്കാൻ ചോദിച്ചു. ഇതെന്താ കത്തിരിക്ക ഉദ്ഘാടനം ചെയ്ത് ആദ്യം അതല്ല, ഒരു ഇച്ചിരി സ്റ്റൈലായിട്ടൊക്കെ ഞാൻ ഈ സ്പൂണും ഫോക്കും കിട്ടിയാൽ തന്നെ കഴിക്കാൻ പഠിക്കും. കാരണം എനിക്ക് അതിപ്പോഴും കഴിക്കാൻ കറക്റ്റ് അറിയില്ല. ഇനി കത്തിരിക കൊണ്ട് ഞാൻ ഇതെങ്ങനെ ദൈവമേ, ആ കോഴി പോകുന്നുണ്ടോ? അപ്പൊ നമുക്ക് ഇതുവഴി പോണം, ഇതിലെ തന്നെ പോയാൽ എന്റെ കോഴി. ഇതിപ്പോ ഹനുമാൻ മരുത്വാമല ചുമക്കുന്ന ഒരു അവസ്ഥയായി. പക്ഷെ എനിക്കിപ്പോ ഓർമ്മ വരുന്നത് താളവട്ട സിനിമയില് സുകുമാരി ചേച്ചി മറ്റേ കളഭം ആ പാട്ടിൽ വരുന്ന ഒരു സ്റ്റൈലുണ്ട്. ആ മ്യൂസിക് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ കേട്ടോ, നമുക്ക് ചെയ്യാട്ടോ. പക്ഷെ എന്റെ കോഴി ഇങ്ങനെ എന്നാ പറയാ കൂടെ പോകുന്നതാ ഞാൻ കണ്ടത്. ഞാൻ കഴിക്കാൻ തുടങ്ങിയ ചിലപ്പോ ചുട്ട കോഴിയൊക്കെ പറപ്പിച്ചാലുന്ന അവസ്ഥയാണ്. കാരണം അത്ര ആക്രാന്തമാണ് ഫുഡ്. അതെ അതെ അതെ, ഫുഡ് ഞാൻ നന്നായിട്ട് കഴിക്കുന്ന ആളെ. എന്റെ ഏറ്റവും വലിയ രസകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ കല്യാണ സദ്യക്കൊക്കെ ഞാൻ ചെല്ലുന്ന സമയത്ത് ഇപ്പൊ നമ്മള് നടന്മാർ വന്നു എന്നൊക്കെ പറയുമ്പോൾ വീഡിയോ പ്രത്യേകിച്ച് പിടിക്കാറില്ല. അപ്പൊ അങ്ങറ്റത്ത് നിന്ന് വീഡിയോ ഒക്കെ പിടിച്ചു വരും. അപ്പൊ ഞാൻ ഇരിക്കുന്ന സ്ഥലത്തുമ്പോ എന്റെ ഇല വരുമ്പോഴത്തേനും അവിടെയൊക്കെ ചോറ് തുടങ്ങിയിട്ടേ ഉണ്ടാകത്തുള്ളൂ, കറികളൊക്കെ കാണും. എന്റെ ഇല എത്തുമ്പോഴത്തേനും പായസം ആയെന്നല്ല, പായസം പറഞ്ഞൊരു സമയം ഉണ്ടാവല്ലോ, ഞാൻ കംപ്ലീറ്റ് ഇലയൊക്കെ തുടച്ച് നോക്കി, മറ്റേ അവിയൽ ഇതൊക്കെ തുടച്ച് നോക്കി അങ്ങനെ കഴിച്ചിരിക്കും. അപ്പോഴാണ് ക്യാമറ എത്തുന്നത്. ഞാൻ ദൈവമേ, തൊട്ടടുത്ത ഇലയൊക്കെ നോക്കുമ്പോൾ തൊട്ടടുത്ത ഇലയൊക്കെ ഞാൻ പതുക്കെ പതുക്കെ പിച്ചി കഴിക്കുന്നില്ല. കാരണം എനിക്ക് ഫുഡിനോട് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് സദ്യ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ അവിയലും ഇതൊക്കെ ചേർത്ത് ഭയങ്കരമായിട്ട് അതിന് ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ്. പിന്നെ ഇപ്പോഴത്തേനാണ് ഞാൻ പുതിയതായിട്ട് പഠിച്ചു തുടങ്ങിയത്. ഏതെങ്കിലും കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ വീഡിയോ വന്നതിന് ശേഷം മാത്രം, കാരണം ഇല്ലെങ്കിൽ പറയും, കാരണം മണിക്കൂട്ടൻ ഭയങ്കര ബോഡി ബിൽഡിംഗ് ആണ്, ഭയങ്കര ഡയറ്റ് ഒക്കെ ചെയ്യുന്ന ആളാണ്. എന്റെ കല്യാണത്തിന് ഇലയിലെടുത്തെത്തുമ്പോ ഈ ഡയറ്റ് ഒന്നും കാണാനില്ല. ഈ ഭയങ്കര ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും മറ്റുമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ക്യാമറയെ കൂടെ മനസ്സിലാക്കും മണിക്കൂട്ടൻ ആരാന്നുള്ളത്. എല്ലാവരും ചോദിക്കും, മണിക്കൂട്ടൻ ഭയങ്കര ഡയറ്റ് ചെയ്യുന്ന ആളാണോ? കാരണം ഞാനാ ഡയറ്റ് ചെയ്യുന്നത്. അല്ല, സിനിമയിൽ എത്തിക്കഴിഞ്ഞ് അങ്ങനെ ഡയറ്റ് നോക്കാൻ പറ്റിയ, ഞാനൊക്കെ ചെറുപ്പകാലത്ത് ആഹാരമൊക്കെ കഴിച്ച് മടുത്തൊരു ഫാമിലിയിൽ നിന്ന് വന്ന ആളല്ല. ഞാനൊക്കെ ഈ രണ്ടറ്റം കുട്ടിമുട്ടയ്ക്കാൻ പാടുപെടുന്ന ഒരു ഫാമിലിയിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ ആളാണ്. അപ്പോൾ എനിക്ക് മുമ്പേ 2 ചേച്ചിമാരാണ്. അപ്പോൾ അമ്മയൊക്കെ ചില ദിവസങ്ങളിൽ മീൻ ഒരാൾക്ക് മാത്രം ഉണ്ടാകുന്ന സമയത്ത് ഈ ചോറിനകത്ത് ഒളിച്ച് വെച്ച് കൊണ്ടുവരുന്ന, അപ്പോൾ ചേച്ചിമാർ കാണാതെ ഇപ്പം 2 മുട്ടയുള്ള സമയത്ത് 1 മുട്ട 2ആക്കി ചേച്ചിമാർക്കും 1 മുട്ട ഫുള്ളായി കൊണ്ടുവരുന്ന സമയത്ത് ഇതൊക്കെ ചോറിനകത്ത് ഒളിച്ച് കൊണ്ടുവരുന്ന ടൈപ്പാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കഴിച്ച ഒരാൾ ഇപ്പോൾ വന്ന് ഡയറ്റ് നോക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു അഹങ്കാരമായി മാറും. അപ്പോൾ ഞാനിപ്പോൾ ഫുഡൊക്കെ കിട്ടുന്ന സമയത്ത് നന്നായി കഴിക്കും. ഏതെങ്കിലും നാട്ടിൽ ചെന്നാൽ അവർ ഏത് ഫുഡാണ് അവിടെ സ്പെഷ്യൽ എന്ന് നോക്കിയിട്ട് അത് പോയി കഴിക്കുന്ന ആളാണ്. മനസ്സറിഞ്ഞ് ആഹാരം കഴിക്കും, പക്ഷെ മനസ്സറിഞ്ഞ് വർക്കൗട്ട് ചെയ്യും. ജിമ്മിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ ഇന്ന് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നു പോകുന്നേ ഉള്ളൂ. അല്ലാതെ ആഹാരം കൺട്രോൾ ചെയ്ത് അത് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അങ്ങനെയല്ലേ, എല്ലാ തരം ഫുഡും ഞാൻ കഴിക്കും. ഇപ്പൊ ഞാനിപ്പോൾ ലാസ്റ്റ് ഒപ്പം സിനിമയാണ് ഞാൻ ലാസ്റ്റ് അഭിനയിച്ചത്. അതിന് ഒരു 2 ആഴ്ച എനിക്ക് ഷൂട്ടിംഗ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഇവിടെ ഭയങ്കര ചൂടുള്ള സമയത്ത് അന്ന് ഈ പഴങ്കഞ്ഞി എന്ന് പറഞ്ഞൊരു സാധനം മിക്ക ഹോട്ടൽസിലും പഴങ്കഞ്ഞി സീസൺ ആയിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ശാസ്തമംഗലത്തും, ഞാൻ ട്രിവാൻഡ്രത്ത് താമസിക്കുന്ന ഒരാളാണ്, ശാസ്തമംഗലത്തും കിള്ളിപ്പാലത്തും ഒക്കെയുള്ള ആൾക്കാർ വിളിച്ചിട്ട് പറയും അവിടെ ഒരു പഴങ്കഞ്ഞി ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചെന്നിട്ട് എല്ലാ ദിവസവും പഴങ്കഞ്ഞിയായിരുന്നു. അങ്ങനെ തിരിച്ച് പ്രിയൻ സാർ ഒരു അസിസ്റ്റന്റ് വിളിച്ചിട്ട് മണിക്കൂട്ട അടുത്ത ഇതിൽ മണിക്കൂട്ടിനെ ജയിലിലിട്ട് എടുക്കുന്ന ഒരു സീൻ, ജയിലിലിട്ട് ഒരു കേസ് അന്വേഷിക്കുന്ന സീനാണ്. അപ്പോൾ മണിക്കൂട്ടൻ ഈ പറയുന്ന പോലെ ഷോർട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ നോക്കി മണിക്കൂട്ടൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ബോഡിയും ഇത് 2 ആഴ്ച കൊണ്ട് പഴങ്കഞ്ഞി കംപ്ലീറ്റ് അങ്ങ് പോയി. അപ്പോൾ ഞാൻ ചെല്ല നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. പിന്നെ 2 ദിവസം കൊണ്ട് എല്ലാം ഡയറ്റ് അല്ല എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്ത് വീണ്ടും പഴയ ഒരു ഷേപ്പിലാക്കിയാണ് ഞാൻ ചെന്നത്. അപ്പോൾ ഞാൻ ആഹാരം നന്നായിട്ട് കഴിക്കും, പക്ഷെ സിനിമ വരുന്ന സമയത്ത് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യും, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ ഫുഡിന് വേണ്ടി ട്രാവൽ ചെയ്തിട്ടുണ്ട്? തീർച്ചയായിട്ടും ഫുഡിന് വേണ്ടി ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കോഴിക്കോടൊക്കെ ചെല്ലുന്ന സമയത്ത് എനിക്ക് കോഴിക്കോട് ഫുഡിനോട് കുറച്ച് താല്പര്യമുള്ള ആളാണ്. അത് അങ്ങനെയല്ല, എന്നാലും എല്ലാ നാട്ടിലും കഴിയും.
ഫുഡിന് വേണ്ടി ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് പക്ഷേ വിഷമം തോന്നുന്ന സമയം നമ്മൾ US UK ഷോയ്ക്ക് പോകും. ഞാൻ US 2 വട്ടം പോയിട്ടുണ്ട്, UK പോയിട്ടുണ്ട്, ഓസ്ട്രേലിയ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഫുഡൊക്കെ കഴിക്കാം, ഷോ ചെയ്യാം, അതൊരു ആഗ്രഹം മനസ്സിലുണ്ട്. പക്ഷെ അവിടുത്തെ ഫുഡൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ചായിരിക്കും അവിടെ ചെല്ലുന്നത്. ഈ അവിടുത്തെ മലയാളികൾ നമ്മളെന്താ ഇവിടെ ചോറൊക്കെ കണ്ട് വളരാത്ത ആൾക്കാർ, ചോറൊന്നും കാണാത്ത ആൾക്കാരെ പോലെ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് സ്പെഷ്യൽ ഫുഡാണ്, ചെന്ന് തുറക്കും ചോറ്, അവിയൽ. നമുക്കിത് ആവശ്യമില്ല, നമ്മൾ ഇതിവിടെ കഴിച്ചാണ്. അവിടെ ചെല്ലുമ്പോൾ അവർ തരുന്ന ആഹാരം കഴിക്കാനാണ് ചെല്ലുന്നത്. അപ്പം ഇത് എടുത്തു നോക്കുമ്പോൾ അവരൊരു എക്സ്പ്രഷൻ ഉണ്ട്, ചോറ് കണ്ടോ. എന്നിട്ട് സ്പെഷ്യലായിട്ട് നാരങ്ങ അച്ചാറൊക്കെ കൊണ്ടുവരും, ഐ ഗോട്ട് സംതിങ് ഫോർ യു. ഇതൊക്കെ ഞാൻ പറയും, ഇതൊക്കെ ഞാൻ അവിടെ കണ്ട് കഴിച്ചു. ഇവിടെ വരുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലെ ഫുഡ് കഴിക്കാനാണ് ഇവിടെ വരുന്നത്. ഇത് തരുക ദയവ് ചെയ്ത്. പിസ്സ ആണെങ്കിൽ പിസ്സ, ബർഗർ ആണെങ്കിൽ ബർഗർ, അല്ലെങ്കിൽ സിസ്ലസ്, സ്റ്റേക്ക് സിസ്ലസ്, അങ്ങനെയുള്ള സാധനം അത് തരിക. ഇതൊക്കെ നമുക്ക് വേണ്ട. ഇതൊക്കെ നാട്ടിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ തന്നെയാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും. അപ്പൊ അവിടെ പോയിട്ട് എബ്രോഡൊക്കെ പോയിട്ട് അങ്ങനെ വല്ലതും കഴിച്ചിട്ടുണ്ടോ സ്പെഷ്യൽ ഫുഡ്സ്? അവിടുത്തെ ഫുഡ് ഒരുപാട് കഴിച്ചിട്ടുണ്ട്. കാരണം പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. പല്ലിയും പാറ്റൊന്നുമല്ല, പക്ഷെ അങ്ങനെ നല്ല ഫുഡ് കഴിച്ചു. ഈ മാനൊക്കെ തിന്നിട്ടുണ്ട് കേട്ടോ. അവിടെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അവര് കങ്കാരുവിന്റെ ഇറച്ചിയൊക്കെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ടേസ്റ്റ് അല്ല, അത് കഴിച്ചെന്നുള്ളൂ. ഒരിക്കൽ എക്സ്പീരിയൻസ് ചെയ്യുക, സ്വാദ് അറിയാൻ വേണ്ടി. പിന്നെ ഞാൻ ഈ വലിയ സ്റ്റീക്ക് സിസ്ലസിൽ ഈ പറയുന്ന പോലെ പോത്തിൻ്റെ ഒക്കെ ഉള്ള അതൊക്കെ കഴിച്ചത് അവിടെ പോയിട്ടാണ്. പിന്നെ ഒരുപാട് ഫ്ലേവർ നമ്മുടെ നാട് പോലെ ടോട്ടലി ഡിഫറെന്റ് ആണ് ചേച്ചി. അവർ കുറച്ചും കൂടെ സ്പൈസി അല്ല, അവർ ഒട്ടും സ്പൈസി അല്ല, അവർ ഹാഫ് ബോയിൽഡ് ഒക്കെയാണ് അതൊക്കെ. പക്ഷെ അത് ഹെൽത്തി ആണ്. നമ്മള് പക്ഷെ അത് അതിന്റെ എല്ലാം കളഞ്ഞിട്ടാണ് ഹാഫ് ബോയിൽഡ്. നമ്മളിവിടെ മടിച്ചിട്ട് മീനൊക്കെ ഈ കിട്ടുമ്പോഴത്തേന് വൃത്തിയാക്കാൻ മടിക്കുന്ന ആൾക്കാരല്ല, അവിടെ എല്ലാം ഇതാക്കിയിട്ട്. ഞാൻ UK പോയ സമയത്ത് താമസിച്ചത് ഒരു ഈ പറയുന്ന പോലെ പശുവിനെയൊക്കെ മേക്കുന്ന ഒരു ഫാമിലായിരുന്നു. അപ്പോൾ അവിടെ ഈ പറയുന്ന പോലെ ശുദ്ധമായ പാലൊക്കെ തന്നെയാണ്, പക്ഷെ അവിടെ വേറെ രീതിയിലാണ് അവരുടെ ഫുഡൊക്കെ. അതൊരിക്കലും നമുക്ക് മോശം, അത് നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് പെട്ടെന്ന് കഴിക്കുമ്പോൾ അയ്യോ ഇതെന്താണ് പകുതിയെ വേവിച്ചിട്ടുള്ളതെന്ന് തോന്നും. പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ഒരിക്കലും നമ്മുടെ ഒരു ബോഡി ഈ പറയുന്ന പോലെ നമ്മുടെ ശരീരം കയറി ബൾക്കി ആവുന്നതോ അല്ലെങ്കിൽ ഇത് റിജക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തുന്ന ഒരു അവസ്ഥ എത്തിയിട്ടില്ല. അങ്ങനത്തെ ഒരു ഫുഡല്ല. സച്ചിൻ സാറിന്റെ വിശേഷമൊക്കെ ഒന്ന് പറഞ്ഞു. സച്ചിൻ സാറിൻ്റെ വിശേഷം വളരെ അടുത്ത് കാണാൻ സാധിച്ചു. CCLന്റെ സീസൺ 4 ലോഞ്ചിൽ സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു ഗസ്റ്റ്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ സാധിച്ചു. അദ്ദേഹത്തെ ഈ കേരള ടീമിൽ നിന്ന് 2 പേരെ പോകാൻ പറ്റുള്ളൂ. ഒന്ന് രാജീവ് പിള്ള, ഒന്ന് ഞാനും അവിടെ പോയത്. അവിടെ ചെന്ന് അദ്ദേഹത്തെ പരിചയപ്പെട്ടു, സംസാരിക്കാൻ സാധിച്ചു, അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കാൻ സാധിച്ചു. ക്രിക്കറ്റ് ഇതിഹാസം, ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്നൊക്കെ പറയുന്ന ക്രിക്കറ്റാണ് നമുക്ക് ആരാധന. അദ്ദേഹത്തെ ഹായ് സാർ എന്ന് പറയാൻ സാധിച്ചു. അതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് തന്നെ കണക്കാക്കുന്നു. തീർച്ചയായിട്ടും അതൊന്നും ആർക്കും കിട്ടാത്ത ഒരു അനുഗ്രഹം. അപ്പൊ മണിക്കൂറിന് കിട്ടിയ ശരിക്കും ദൈവാനുഗ്രഹം. തീർച്ചയായിട്ടും നേരിട്ട് കാണുക എന്നൊക്കെ പറയുന്ന എളുപ്പമുള്ള കാര്യം, വർത്താനത്തിൽ കൂടെ പറയാന്നല്ലാതെ ഈശ്വരാനുഗ്രഹം ഒരുപാട് വരട്ടെ. പിന്നെ ഈ ഫിലിമിലേക്ക് വന്ന എങ്ങനെ മുന്നേ? സിനിമ ഞാൻ ആദ്യം ചെയ്യുന്നത് ഒരു ടെലിപ്ലേ ആണ് ദൂരദർശൻ കേന്ദ്രത്തിന് വേണ്ടി, നുണ നേരാകുമോ എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ജയ്കുമാർ IAS ഓഫീസർ അദ്ദേഹം ചെയ്ത, നമ്മുടെ പങ്കജ് സേനൻ സാർ പ്രൊഡ്യൂസ് ചെയ്ത വർണ്ണച്ചിറകുകൾ എന്ന് പറഞ്ഞ ചിൽഡ്രൻസ് ഫിലിമിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ ലൊക്കേഷനിലൊക്കെ ഷാജി സാർ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ആ സമയത്താണ് കണ്ണെഴുതി പൊട്ടും തൊട്ടും പിന്നെ 6-ാം തമ്പുരാനൊക്കെ ഇറങ്ങി ഹിറ്റായി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഷാജി സാറിനെയും സുരേഷ് കുമാർ സാറിനെയും രാജീവ് അഞ്ചൽ സാറിനെ എനിക്ക് പരിചയപ്പെടാനുള്ള ഭാഗ്യം കിട്ടി. പിന്നെ അതിനുശേഷം ഞാൻ ക്യാമ്പസ് പഠിച്ചത് MG കോളേജിലാണ്. എൻ്റെ കോളേജ് വന്നിട്ട് BCom ചെയ്തത്. അത് MG കോളേജ് പഠിക്കാൻ കാര്യം ഞാൻ മോഹൻലാൽ സാറിൻ്റെ വലിയൊരു ആരാധന, ലാലേട്ടൻ്റെ ഭയങ്കര ഒരു ആരാധകനാണ്. അപ്പം ട്രിവാൻഡ്രം MG കോളേജിൽ തന്നെ ഏതെങ്കിലും കോഴ്സിൽ പഠിക്കണം. ഞാൻ പഠിച്ചത് കൊമേഴ്സാണ്, +2 ചെയ്തത്. അപ്പോൾ BCom കിട്ടാൻ പാടാണ് MG കോളേജ്. പക്ഷേ ഞാൻ പഠിച്ച ഒരു ഇത് വെച്ച് എനിക്ക് BCom തന്നെ കിട്ടി, മെറിറ്റ് ലിസ്റ്റിൽ തന്നെ കിട്ടി. അങ്ങനെ BCom കയറി. അവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ക്യാമ്പസ് ഫിലിം, ഒരുപാട് ക്യാമ്പസ് ഫിലിം ഫെസ്റ്റിവൽ വരുന്ന സമയമാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നിശ്ചയിച്ച ഒരു ക്യാമ്പസ് സിനിമ ചെയ്യാം, അപ്പോൾ കാണാൻ കൊള്ളാമെന്നുള്ള ഏതെങ്കിലും പയ്യനെയൊക്കെ എടുത്ത് നായകനാക്കി ക്യാമ്പസ് സിനിമ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു ചെറിയ നടൻ, പക്ഷെ സിനിമയിലോട്ട് വരണമെന്ന് ആഗ്രഹമില്ലായിരുന്നു, അങ്ങനെ ഒരു സ്വപ്നം ഇല്ലായിരുന്നു, പക്ഷെ അഭിനയിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു നടൻ എങ്ങനെ ഈ സിനിമയിൽ നായകനാകാം? പക്ഷെ നമ്മൾ തന്നെയാണ് ഇത് നടത്തുന്നത്. ക്യാമ്പസ് ഫിലിം ക്ലബിൻ്റെ ചെയർപേഴ്സണൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ്, പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരെയും നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചുമ്മാ ഈ ഡയലോഗൊക്കെ അവർ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേന് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ചെന്നിരിക്കുന്നുണ്ട്. അപ്പം ഈ ഡയലോഗ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ തന്നെ മോഡുലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കും. പക്ഷെ അവർ പലരും ദൈവമേ ഇയാൾ കറക്റ്റ് പറയരുതേ എന്നൊരാഗ്രഹം വെച്ച്, പക്ഷെ പലരും വന്ന് തെറ്റിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ഇത് ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാളുണ്ടായിരുന്നു, സജീവ് കിളികുലു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് മണിക്കൂറിനെ തന്നെ വെച്ചാൽ അവൻ നന്നായിട്ട് ഡയലോഗ് ഇപ്പം തന്നെ അവൻ കാണാതെ പഠിച്ചു, അപ്പോൾ മണിക്കൂറിന് സമയം ലാഭിക്കാം. പിന്നെ ക്യാമ്പസ് സിനിമയാണ്, ഒരുപാട് ഫണ്ട് കിട്ടത്തില്ല, ക്യാമ്പസിൽ നിന്ന് ഇത്ര ഫണ്ടേ കിട്ടും.
കിട്ടത്തുള്ളൂ. അപ്പം മണിക്കൂറിനെ തന്നെ വയ്ക്കാം. അപ്പം ഞാൻ എൻ്റെ കൂടോത്രമൊക്കെ ഏറ്റു. അപ്പോൾ ഞാൻ അങ്ങനെ അതിൽ നായകനായിട്ട് അഭിനയിച്ചു. ഈ ക്യാമ്പസ് ഫിലിം കായംകുളം കൊച്ചുണ്ണിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആരാധ്യൻ ചെറിയനാട് കാണുകയും അദ്ദേഹം പിന്നെ ഇങ്ങനെ ഒരു കായംകുളം കൊച്ചുണ്ണി എന്ന സീരിയൽ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കള്ളനായിട്ട് അഭിനയിപ്പിക്കാം എന്നൊരു ഇതിൽ വിചാരിച്ച് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ കൊച്ചുണ്ണിയായിട്ട് അഭിനയിക്കാൻ 10,000-2000 ആൾക്കാരുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യാം, കാരണം ഇതിഹാസമല്ലേ, അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടണേ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അഭിനയിച്ച സമയത്ത് ഈ എൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്ററിനോട് ചോദിച്ചു. അപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും സംസാരിച്ച് ഈ പയ്യൻ കൊള്ളാലോ, കൊച്ചുണ്ണിയായിട്ട് വെച്ചാലോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കാരണം ഈ 2000 പേരേക്കാൾ കള്ളലക്ഷണം, കൊച്ചുണ്ണിയുടെ കള്ളലക്ഷണമുള്ള ഒരാൾ എനിക്കാണ്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മുഖത്തൊരു കള്ളലക്ഷണമുണ്ട്, അത് സത്യമാണെന്നുള്ള അതിന് ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആ 2000 കള്ളന്മാരിൽ കായംകുളം കൊച്ചുണ്ണിയാവാൻ ഭാഗ്യം എനിക്ക് ലഭിക്കുകയും, അപ്പോൾ അത് വേറൊരു ഭാഗ്യമായിട്ട്. കാരണം ഒരു തലമുറയ്ക്ക് ഇന്നും കായംകുളം കൊച്ചുണ്ണി സത്യൻ സാറാണ്, അതിനുശേഷമുള്ള തലമുറയ്ക്ക് കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുമ്പോൾ മണിക്കുട്ടനെയാണ് ഓർമ്മ വരുന്നത്. അതൊരു അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്ന ഭാഗ്യമാണ്, ഒരു ഐഡന്റിറ്റി കിട്ടുക. അങ്ങനെയാണ് വിനയൻ സാറിന്റെ വൈഫും മകനും കൊച്ചുണ്ണി എന്ന് പറഞ്ഞ ഈ സീരിയൽ കാണുകയും അദ്ദേഹം ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു സിനിമ എടുക്കുന്ന സമയത്ത് മണിക്കുട്ടനെ സിനിമയിലേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് സാറ് വിളിക്കുകയും ചെയ്യുന്നു. ശരിക്കും ഇപ്പൊ 10 വർഷമായില്ലേ മണിക്കുട്ടൻ ഫിലിമിലേക്ക് വന്നിട്ട്. ഒരു ആക്ടർ എന്ന നിലയ്ക്ക് സത്യം പറഞ്ഞ ഈ നമുക്ക് എല്ലാവർക്കും, എല്ലാ പ്രേക്ഷകർക്കും മണിക്കൂറിനെ ഭയങ്കര ഇഷ്ടമാണ് സത്യം. ശരിക്കും എനിക്ക് തോന്നുന്നല്ല, ബേസിക്കലി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇൻഡസ്ട്രി, നമ്മുടെ മലയാളം ഇൻഡസ്ട്രി മണിക്കൂറിനെ എത്രമാത്രം അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അത് ഇല്ലാതെ ചെയ്തിട്ടില്ല. കാരണം ചെയ്തിട്ടില്ലെന്ന് പറയാൻ കാര്യം, ലാൽ സാറിൻ്റെ, മോഹൻലാലേട്ടൻ്റെ 35 വർഷം നമ്മളിപ്പം കോഴിക്കോട് ആഘോഷിച്ചു. അപ്പോൾ ലാലേട്ടൻ്റെ 25 വർഷം ആഘോഷിക്കുന്ന സമയത്ത് MG കോളേജ് വെച്ചാണ് ആഘോഷിക്കുന്നത്, അതും കൂടെ പറയണം. അപ്പോൾ അന്ന് ആ പ്രോഗ്രാം കാണാനായിട്ട് ഞാൻ പാസ്സൊക്കെ തപ്പി എടുത്ത് ഇടിച്ച് കയറി ആ പ്രോഗ്രാം കാണാൻ ചെന്ന ആളാണ്. 10 വർഷത്തിന് ശേഷം പുള്ളിയുടെ 35 വർഷം ആഘോഷിക്കുമ്പം അതിലൊരു ഭാഗമായി ലാലേട്ട അഭിനയിച്ച ഒരു സിനിമയിലെ പാട്ടിൽ ഡാൻസ് ചെയ്തിട്ടാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഗ്യം, അത് ആദ്യം അക്സെപ്റ്റ് ചെയ്യണം, നമ്മൾ ആ ഒരു സന്തോഷം അക്സെപ്റ്റ് ചെയ്യണം. മലയാള സിനിമ ഉപയോഗിച്ചോ ഇല്ലെന്ന് മണിക്കുട്ടൻ വരാൻ വേണ്ടി ആരും കാത്തിരുന്നിട്ടൊന്നുമില്ല. മണിക്കുട്ടൻ കൊണ്ട് നിന്നെ ഞങ്ങൾ ഉപയോഗിക്കാം എന്നൊരിത്, ഇത് എൻ്റെ ആവശ്യമാണ്. ഈ നല്ല സിനിമകൾ എത്തിപ്പറ്റുക, നല്ല ക്യാരക്ടർ കിട്ടുക എന്നുള്ളത്. അത് ചിലപ്പോൾ താമസിച്ചെന്ന് വരാം, ചിലപ്പം എൻ്റെ 40ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ 50ാമത്തെ വയസ്സിലോ ആയിരിക്കാം. പക്ഷെ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കണം. ഇപ്പോൾ ഈ 35 വർഷം ആഘോഷ സമയത്ത് ഞാൻ അതിൽ പെർഫോം ചെയ്തു, ഡാൻസ് ആയിരുന്നു പെർഫോം ചെയ്തത്. ഈ ഡാൻസ് ഒക്കെ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ വന്നപ്പം നമ്മുടെ ശങ്കർ രാമകൃഷ്ണൻ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടല്ലോ, അദ്ദേഹം സ്പിരിറ്റിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉറുമിയിലെ സ്ക്രിപ്റ്റ് റൈറ്റർ അദ്ദേഹമായിരുന്നു. രഞ്ജിയേട്ടൻ്റെ അസോസിയേറ്റ് ആണ്, രഞ്ജിത്ത് സാറിൻ്റെ. അപ്പോൾ ശങ്കർ രാമകൃഷ്ണൻ അവിടെ നിന്നിട്ട് പുള്ളി എന്നെ ഓടി വന്ന് ഇങ്ങോട്ട് വന്ന് പറയണം, എടാ നീ ഡാൻസ് ചെയ്യുമോ നന്നായിട്ട്, ഞാൻ അവിടെ നിന്ന് കണ്ടപ്പോൾ നിന്നെ സത്യം പറഞ്ഞാൽ നിൻ്റെ ഡാൻസ് കണ്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു, നീ ഡാൻസ് ചെയ്യല്ലേ, നീ ആ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത്. അപ്പോൾ എനിക്ക് ഡാൻസ് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് 1 2 3 4 സ്റ്റെപ്സ് അല്ല ഞാൻ ഇടുന്നത്, ആ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് കളിക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അപ്പം പുള്ളി വന്നിട്ട്, നിനക്ക് ഞാൻ ഒരു സിനിമ ചെയ്യണം, നിന്നെ വെച്ച് എനിക്കൊരു സിനിമ ചെയ്യണം, നിന്നെ ഫൈറ്റ് അറിയാം, നിനക്ക് കാണാനും വലിയ കുഴപ്പമില്ല, നിനക്ക് ഡാൻസ് അറിയാം, നിന്നെ വെച്ചൊരു സിനിമ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. അപ്പോൾ ഈ ഒരു ആഗ്രഹം തോന്നിക്കാനെങ്കിലും എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തു നോക്കുമ്പോൾ, എൻ്റെ സിനിമകൾ എടുത്തു നോക്കുമ്പോഴത്തേനും ഇപ്പം ഈ വർഷം ഞാൻ പ്രിയദർശൻ സാറിൻ്റെ സിനിമയിൽ ഞാൻ ഒപ്പം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. അതിൽ അഭിനയിക്കുമ്പോൾ ഒരു ഫൈറ്റ് സീൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഫൈറ്റ് സീന് സമുദ്രക്കനി സാറുമായിട്ടാണ് ഈ ഫൈറ്റ് ചെയ്യുന്നത്. അപ്പം അത് ഒരു സ്ട്രഗിളായിരുന്നു, പക്ഷേ ചെറിയൊരു ഫൈറ്റിലുണ്ട്. അപ്പോൾ ഫൈറ്റ് മാസ്റ്ററൊക്കെ വന്ന് സമയമെടുക്കും, പെട്ടെന്നാണ് അത് തീരുമാനം. പ്രിയൻ സാർ തന്നെ അത് കൊറിയോഗ്രാഫി ചെയ്യാമെന്ന് പറഞ്ഞു ആ ഫൈറ്റ്. അതെടുക്കുന്ന സമയത്ത് ഞാനും സമുദ്രക്കനി സാറുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സാറാ ഷോട്ട് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് ഷേക്ക് ഹാൻഡ് ചെയ്തു പ്രിയൻ സാറ്. എടാ ഞാൻ വിചാരിച്ചില്ല ഇത്ര നന്നായി വരുമെന്ന്, കൊള്ളാം നന്നായിട്ടുണ്ട്. അപ്പം ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നോ ഇല്ലയെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ എത്തുന്ന പ്ലാറ്റ്ഫോമിൽ ഡയറക്ടർ പറയുന്ന കാര്യം ചെയ്യണോ ഇല്ലയോ എന്നുള്ളതാണ് ചിന്തിക്കാനുള്ളത്. പക്ഷേ മണിക്കൂറിന് ശരിക്കും ഒരു അനിയൻ എഫക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ വർത്താനം ചോദിച്ചുകൊണ്ടിരിക്കട്ടെ. പക്ഷേ കോഴിയുടെ കാര്യം ഞാൻ മറന്നുപോയി, സോറി ഇടാ, ഞാൻ തരാം കേട്ടോ. ഞാൻ ഇതൊന്ന് എൻജോയ് ചെയ്തോട്ടെ, ഇതിനിടയ്ക്ക് സംസാരിച്ച് തന്നെ കലക്കി. അയ്യോ
എനിക്ക് 2 എപ്പിസോഡ് ആക്കാൻ പറ്റിയ പ്രോഗ്രാം. ഞാൻ ഇത് കംപ്ലീറ്റ് കഴിച്ചിട്ട് കാണിച്ചിട്ട് പോകാം. അടിപൊളി. അത് കഴിച്ചു എല്ലാം നന്നായിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യത്തില് മണിക്കൂറിനോട് ഭയങ്കര ഒരു പിണക്കം തോന്നുന്ന എന്നാന്നറിയാം. അത് ഈ ഒരു അനിയൻ തോന്നുന്നോണ്ട് ഒരു സ്നേഹം തോന്നുന്നോണ്ടായിരിക്കും. ഈ ആക്ഷൻ ഒക്കെ ചെയ്യുമ്പോഴത്തേനെ എന്നത്തിന് ഈ ഡ്യൂപ്പ് ഇല്ലാത്തൊക്കെ ചെയ്യുന്നേ. ഓ ഇപ്പം ആക്ഷൻ എല്ലാവരും ഡ്യൂപ്പില്ലാതെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല ആൾക്കാരും ഇപ്പൊ ഒപ്പം ചെയ്ത സമയത്ത് ലാസ്റ്റ് ഞാൻ പറഞ്ഞ ഒരു ജയിൽ സീക്വൻസ് ഉണ്ട്. നമ്മളെ പോലീസ് ചോദ്യം ചെയ്യുന്നത്. അപ്പം ഈ ഇതൊക്കെ ഇട്ട് വരാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു മടി. ഷോർട്സ് ഒക്കെ ഇട്ട് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഷോർട്സ് വേണ്ട, കുറച്ചും കൂടെ പാൻസ് പോലെ എന്തെങ്കിലും ആക്കിയാൽ എന്ന് പറഞ്ഞു. ഷോർട്സ് വേണ്ടേ? നീ അങ്ങോട്ടൊന്ന് നോക്കിയപ്പോൾ എന്തിനു തയ്യാറായ ലാലേട്ട ഷോർട്സ് ഒക്കെ ഇട്ട് ലാലേട്ടനെ ചോദ്യം ചെയ്യുന്നത്. അതും തലകുത്തനെ ഇട്ടിട്ടാണ് ചോദ്യം ചെയ്യുന്നത്. ഷോർട്സ് ഒക്കെ ഇട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഷോർട്സ് ഇട്ടോളാമേ. അപ്പോൾ കാരണം നമ്മുടെ സ്റ്റാർസ് അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പം പിന്നെ അതുമാത്രമല്ല നമുക്ക് സേഫ്റ്റി മെഷേഴ്സ് ഒരുപാടുണ്ട്. കുറച്ചൊരു ധൈര്യം മതി, നമുക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ള ധൈര്യം. എന്തെങ്കിലും ഒരു അപകടം വല്ലതും പറ്റിയിട്ടുണ്ട്? ഫിലിമിൽ ഒരുപാട് അപകടം. കാരണം കൊച്ചുണ്ണി ഞാൻ ചെയ്യുന്ന സമയത്ത് ഓരോ ഷെഡ്യൂൾ ചെയ്യുമ്പോഴത്തേനും ഞാൻ ഇവിടെ വന്ന് ഡോക്ടറിൻ്റെ അടുത്തും വൈദ്യരുടെ അടുത്തൊക്കെ ആയിരുന്നു. അപകടങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ പെയിനൊന്നും എനിക്ക് എടുത്തിട്ടില്ല, ഒരു വേദനയായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഈ ഷെഡ്യൂൾ വീട്ടിൽ വരുമ്പോഴത്തേന് ഈ സീരിയൽ കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു നന്നായിട്ട് വന്നിട്ടുണ്ടല്ലോ ആക്ഷൻ സീക്വൻസ് നന്നായിട്ട് ഒരുപാട് കോൾ ആ സമയത്ത് വരാറുണ്ട്. നന്നായി ആക്ഷൻ സീക്വൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പെയിനൊക്കെ സാധാരണ അമ്മയും അപ്പനും എന്നെ ഒരു കാര്യത്തിൽ അങ്ങനെ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല. എന്നാലും മോൻ ഇങ്ങനെ മേലാതെ വരുമ്പോഴത്തേന് അമ്മയ്ക്ക് വിഷമാവുകയല്ലേ? അല്ല, അവർ ആ സീരിയൽ കാണുമ്പോൾ അതിനെങ്ങോട്ട് എൻജോയ് ചെയ്ത് കാണും. ചാടി കുഴപ്പമില്ല ചാടി. അപ്പൊ നമ്മൾ ഈ പെയിൻ ഉണ്ടെങ്കിലും കുറച്ചങ്ങ് പിന്നെ അവരൊരു കാര്യത്തിൽ എന്നെ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല. നീ അത് ചെയ്യരുത്, നീ അത് ചെയ്യുമ്പോൾ സൂക്ഷിക്കാൻ പോകണം, നീ ആരോഗ്യമായിട്ട് വന്നാലും നീ എന്തായാലും ഞങ്ങൾ നിന്നെ നോക്കിക്കോളാം. ഗ്യാരണ്ടി ഉണ്ട്. അവർക്ക് വേറെ രീതിയിലും സിനിമയിൽ സഹായിക്കാനായിട്ട് പറ്റത്തില്ല. സിനിമ എന്തെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. ഇന്നും സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോൾ മോനാണോ അവർ ഭയങ്കര ആരാധനയോടെ കാണുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ ഒരു സഹായം അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ചേച്ചിമാരൊക്കെ എന്നാ പറയും? ചേച്ചിമാരുടെ മക്കളാണ് കൂടുതലായിട്ട് എൻജോയ് ചെയ്യുന്നത്. ചേച്ചിമാരെന്നും നീ നടനായല്ലേ വിശ്വസിക്കൊരിതാണ്. പക്ഷെ എൻ്റെ ചേച്ചിമാരുടെ മക്കളാണ്. ഒരാൾ മൈസൂരാണ്, അളിയൻ അവിടെ റെക്കറ്റ് ആൻഡ് പെനക്കൈസർ എന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഒരാൾ കൊല്ലത്താണ്, ആ ചേച്ചി ടീച്ചറാണ്, അളിയൻ ദുബായിലാണ്. അപ്പൊ അപ്പനും അമ്മയും മോനേ ഉള്ളൂ തിരുവനന്തപുരം? ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഇപ്പൊ മോൻ ഇച്ചിരി കെയറിങ്ങും പാമ്പറിങ്ങും ഒക്കെ കൂടുതലാന്ന് തോന്നുന്നു. ഇല്ല, ഇപ്പൊ ഞാൻ അവരെ കെയറും പാമ്പർ ചെയ്യുന്ന ഒരു അവസ്ഥയിലെത്തി. കാരണം കുറച്ച് പ്രായമായല്ലോ. എന്നാലും അപ്പന്റെ അമ്മയുടെ സ്നേഹം കിട്ടാന്ന് പറഞ്ഞാൽ പുതിയ പ്രോജക്റ്റ് ഇപ്പൊ ഞാൻ കരികുന്നം സിക്സേഴ്സ് റിലീസ് നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഒപ്പമാണ് പ്രിയൻ സാറിൻ്റെ ഒപ്പം എന്ന് പറയുന്ന സിനിമയാണ് ചെയ്യുന്നത്, ലാലേട്ടൻ്റെ ഒപ്പം. അതിൻ്റെ അത്ര നല്ല ക്യാരക്ടറാണ്. ഇനി അടുത്ത ഒരു പ്രോജക്റ്റിലോട്ട് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ആ ക്യാരക്ടർ എത്രത്തോളം ഇതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത് സെലക്ട് ചെയ്യണം വേണ്ട എന്നുള്ളൊരു ഇതിലാണ്. അങ്ങനെ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല പ്രോജക്റ്റ് ആയിരിക്കും അത്. ഓക്കെ. അപ്പൊ പാട്ടിന്റെ കാര്യം മറക്കരുത്. പാട്ടിന്റെ കാര്യം ചിക്കൻ ഇത്ര ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കി തന്ന ആരെങ്കിലും ഉഴപ്പാൻ ശ്രമിക്കല്ലേ? ഞാൻ പാടാൻ ചേച്ചി. ഇത് വെച്ചിട്ട് ഇപ്പൊ പാടണം. ക്ഷമിച്ചേക്കാം കുറച്ചു നേരം. ക്ഷമിച്ചിരിക്കണം. ഫുഡ് നന്നായി ഉണ്ടാക്കി തന്ന് പാടണം. എല്ലാ രണ്ട് കാര്യങ്ങളും അതിപ്പോ ഞാൻ പറഞ്ഞോണ്ടല്ലേ ഇപ്പൊ എടുത്ത് കഴിച്ചത്. അതുപോലെ നേരത്തെ ടേസ്റ്റ് ഇങ്ങനെ ചുമ്മാ ഞാൻ പറഞ്ഞപ്പോഴത്തേന് ഉഴപ്പാണ്. പാടാം. മുൻദിനം பார்த்தேனே பார்த்ததும் தோற்றேனே சல்லடை கண்ணாக உள்ளவும் புண்ணானதேன் எத்தனை நாளாக உன்னை நான் பாராமல் எங்கு நான் போவேனோ நாட்களும் வீணானதேன் வானத்தில் நீ வெண்ணிலா ஏக்கத்தில் நான் தேவதா இப்போது என்னோடு வந்தால் என்ன ஊர் பார்க்க ஒன்றாக சென்றால் என்ன இப்போது என்னோடு வந்தால் என்ன ஊர் பார்க்க ஒன்றாக சென்றால் என்ன முன்தினம் பார்த்தேனே பார்த்ததும் தோற்றேனே சல்லடை கண்ணாக உள்ளவும் புண்ணானதேன் எத்தனை நாளாக உன்னை நான் பாராமல் எங்கு நான் போவேனோ நாட்களும் வீணானதேன். Very good.